Hello friends, welcome back to my channel K for Craft. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഡെറ്റോൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഡെറ്റോൾ സോപ്പാണ്. ഇത് 10 രൂപ ഡെറ്റോൾ സോപ്പാണ്, 45 ഗ്രാം ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് 1 ലിറ്റർ ഹാൻഡ് വാഷാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്ക് ഇതേപോലെ ഒരു സാധനം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഈ സോപ്പ് ഒന്ന് ചെറിയ പീസായിട്ട് ചിരണ്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഡെറ്റോൾ സോപ്പ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കട്ടിയുള്ള സോപ്പ് യൂസ് ചെയ്യണമെന്നുള്ളൂ. ചന്ദ്രിക, മെഡിമിക്സ് അങ്ങനെ പോലെ എടുക്കുമ്പോഴത്തേക്കും അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സോപ്പുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് സോപ്പ് ഫുള്ള് ഇതേപോലെ ചെറിയ പീസായിട്ട് ചിരണ്ടിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് തരിയായിട്ട് എടുക്കണം. ഇനി നമ്മൾ വീട്ടിലധികം യൂസ് ചെയ്യാത്തൊരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നല്ലപോലെ തിളപ്പിക്കാം. ഈ വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി സോപ്പ് ഫുള്ളായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കണം. ഇനി നമുക്ക് സോപ്പ് നല്ലപോലെ അലിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്ലിസറിൻ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇതിപ്പോൾ 50 ഗ്രാമാണ്. 50 ഗ്രാമിന് 18 രൂപയുള്ളൂ. നമുക്ക് 1 സ്പൂൺ മതിയാകും. ഗ്ലിസറിൻ ഒഴിച്ചിട്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ എല്ലായിടത്തും ഗ്ലിസറിൻ എത്താൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 10 to 12 മണിക്കൂർ അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് നമ്മുടെ ഹാൻഡ് വാഷ് ഫുൾ കട്ട് ചെയ്ത് ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ടാവും. ഈ കഞ്ഞിവെള്ളമൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഇതേപോലെ ജെല്ലി ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി എടുക്കണം. ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെള്ളം പോലെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ ഹാൻഡ് വാഷ് വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഹാൻഡ് വാഷ് നമുക്ക് ഏതെങ്കിലും ഒരു വലിയ കുപ്പിയിൽ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.